19 സീറ്റിലേറ്റാണ് യഥാർത്ഥത്തിൽ മത്സരിക്കണം. ബാക്കി പിന്നെ കുറച്ച് ബംഗാളിൽ അവിടെ ഇവിടെയൊക്കെ മത്സരിക്കുന്നുണ്ട്. CPM ശരിക്ക് കണ്ടസ്റ്റ് ചെയ്യുന്ന 19 സീറ്റിൽ മത്സരിക്കുന്ന 540 പാർലമെൻറ്റ് അംഗങ്ങളുള്ള സ്ഥലത്ത് മത്സരിക്കുന്ന CPM പ്രകടനപത്രിക ഇറക്കിയിരിക്കുക. പ്രകടനപത്രിക എന്താ ശരിക്ക്? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്നത് ചെയ്യുമെന്നാ. CPM പ്രകടനപത്രിക ഇറക്കിയിരിക്കുക. എവിടെ? കേന്ദ്രത്തിലെ അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആളുകളെ കബളിപ്പിക്കുന്നതിനെല്ലാം വേണ്ടി നേരത്തെ പറഞ്ഞു പൗരത്വ നിയമം കേരളത്തിൽ നടപ്പാക്കില്ല. ഞാൻ ചിരിച്ചുപോയി. പൗരത്വ നിയമം ഇസ് എ സെൻട്രൽ ആക്ട്. പൗരത്വം കൊടുക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയല്ലേ? സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് പൗരത്വം കൊടുക്കുന്നത്. ഇവിടെ ആളുകളെ പറ്റിക്കുകയാണ്. അപ്പം ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞതിനെ കളിയാക്കുവാണ്. ഞാൻ പരിഹസിക്കുകയാണ്. കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനെ ഞാൻ പരിഹസിക്കുകയാണ്. അത് ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. കള്ളത്തരം പറയല്ലേ? സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എന്ത് റോളാണുള്ളത്? കറക്റ്റാണെന്നേ. പ്രേമേന്ദ്രൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? സാമാന്യ ബോധമുള്ള ആരെങ്കിലും പറയോ കേരളത്തിൽ നടപ്പാക്കില്ലെന്ന്? പൗരത്വ നിയമം സെൻട്രൽ ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കിയ എല്ലായിടത്തും ബാധകമല്ലേ? മാത്രമല്ല പൗരത്വ നിയമത്തിൻ്റെ കാര്യത്തിൽ എന്ത് റോളാണ് സ്റ്റേറ്റിനുള്ളത്? നടപ്പാക്കില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്. മാത്രമല്ല കേരളത്തിൽ അത് ഉള്ള ഒരു വിഷയമല്ല, ഒരു ദേശീയ വിഷയമാണ്, പ്രധാനപ്പെട്ട വിഷയമാണ്. ഞങ്ങളെല്ലാം അതിൻ്റെ പേരിൽ സമരത്തിൽ പോയിട്ട് കേസുള്ള ഞങ്ങൾക്കൊക്കെ ഈ കേസെല്ലാം പിൻവലിക്കുമെന്ന് പറഞ്ഞാണ്. 835 കേസെടുത്ത് ആരാ? പിണറായി വിജയനല്ലേ? അത് ഈ തെരഞ്ഞെടുപ്പ് വരെ പിൻവലിച്ചില്ലല്ലോ. ആകെ 69 കേസ് പിൻവലിപ്പിച്ചു. സൂചിപ്പിക്കുമായിരുന്നു BJP. ഇപ്പം തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ സബ്ജക്റ്റ് മാറ്റാൻ വേണ്ടി ഇപ്പോഴാണ് പൗരത്വ പ്രേമമെന്ന്. അതിനു മുമ്പ് ഈ കേസ് പിൻവലിക്കാൻ പൗരത്വ പ്രേമം ഉണ്ടായില്ലല്ലോ. 1 ഡസൻ പ്രാവശ്യം ഞങ്ങൾ നിയമസഭയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് പൗരത്വ നിയമത്തിൻ്റെ പ്രക്ഷോഭണങ്ങളുമായി ബന്ധപ്പെട്ട കേസ് പിൻവലിക്കണമെന്ന്. പിൻവലിച്ചില്ലല്ലോ. 2019 കഴിഞ്ഞ് 5 കൊല്ലം കഴിഞ്ഞപ്പോൾ പൗരത്വത്തോടൊരു സ്നേഹം. ഇതൊക്കെ വെറും കാപഢ്യമാണ്. വിഷയങ്ങൾ മറച്ചു വയ്ക്കാൻ നോക്കുകയാണ്. ആളുകളൊന്നും മറക്കില്ല ഈ ഗവൺമെൻറ്റിൻ്റെ കാര്യം. ക്രിമിനൽ വൽക്കരിച്ചത്, നവകേരള സദസ്സ്, സിദ്ധാർത്ഥിൻ്റെ മരണം, വണ്ടിപ്പെരിയാറിലെ കുഞ്ഞിൻ്റെ മരണം, കാസർഗോഡ് റിയാസ് മൗലവിയുടെ മരണവും കേസിൻ്റെ വിധിയും, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭരണം മുഴുവൻ വളരെ മോശമായി, ചരിത്രത്തിലെ ഏറ്റവും മോശമായ ഭരണകൂടമാണ് കേരളത്തിലെ ഭരണകൂടം. ചർച്ച ചെയ്യപ്പെടും, സംശയം എന്താ?